ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കുറച്ച് അപ്പുറത്ത് വെച്ച് ആ ഓട്ടോറിക്ഷക്കാരന് കാശ് കൊടുത്തായിരുന്നു. അതിനിടയ്ക്ക് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നടക്ക്. വരുൺ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രിയങ്കയ്ക്ക് പകരം മരിച്ച പെൺകുട്ടി ആരാണെന്ന് കൃത്യമായി കണ്ടെത്തി ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ചന്ദ്രശേഖരൻ തന്നെയാണ് ഉത്തരവാദിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ചന്ദ്രശേഖരൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടും. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ടായാലും ചന്ദ്രശേഖരൻ പുറത്തു വരും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തൽക്കാലം നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ചന്ദ്രശേഖരനും മകൻ ഗൗതമിനും നിങ്ങൾ രണ്ടുപേരോടുമാണ് വൈരാഗ്യം. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കും. അതിന് ചെറിയച്ഛനോട് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രാധിക ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൊടും ക്രിമിനലുകളായ ആളുകളോട് ആരും അങ്ങോട്ടൊരു തെറ്റും ചെയ്യാറില്ല. പക്ഷേ കാണുന്നതൊക്കെ അവർക്ക് തെറ്റായിട്ട് തോന്നും. ഉദാഹരണത്തിന്, ഒരു ക്രിമിനൽ നടക്കുന്ന വഴിയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന ഒരാളെ ചിലപ്പോ അയാളെ വെട്ടി വീഴ്ത്തിന്ന് വരും. അത് എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാണോ? അല്ല, അത് ക്രിമിനൽസിന്റെ നേച്ചറാ. സോ നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ അതിവിടെ ബാധകമല്ല. ചന്ദ്രശേഖരന്റെ മകനായാലും ഭാര്യയായാലും ചന്ദ്രശേഖരൻ ജയിലിൽ പോകാൻ കാരണം ആരാണെന്ന് ചോദിച്ചാ രാധികയാണെന്ന് പറയും. മാഡം, രാധികയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. ഗൗതവും സിയയും അവരുടെ ആളുകളും ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ഇവക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മതി. പിന്നെ രാധികയോട് പറയാനുള്ള കാര്യം, പ്രിയങ്ക ഇപ്പൊ നോർമൽ അല്ല. അതിന്റെ അർത്ഥം ഒരിക്കലും നോർമൽ ആവില്ല എന്നല്ല. പ്രിയങ്കയുടെ ബുദ്ധി സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും അപകടകാരിയാവുന്നത് അവളായിരിക്കും. പ്രിയങ്ക രാധികയോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും മറന്നുപോകരുത്. അവൾ നിന്നോട് അടുത്താലും അകന്നു നിന്നാലും കൃത്യമായി അവളെ വാച്ച് ചെയ്യണം. എന്തേലും വന്നാലും എനിക്ക് ചേച്ചിയെ വിളിക്കാമല്ലോ. എന്നെ വിളിക്കാം. വിളിച്ച ആ നിമിഷം ഞാൻ ഇവിടെ എത്തുകയും ചെയ്യും. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കില്ല. ആ ചെറിയ സമയത്തിനുള്ളിൽ പോലും നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. മാഡം, പിതാ മാഡമാണ് ഈ കേസിലേക്ക് മാഡത്തെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും അടുത്ത ബന്ധു തന്നെ ആയി കഴിഞ്ഞു മാഡം. ആണല്ലോ വരുൺ. രാധിക എന്റെ അനുജത്തിയാണെന്നല്ലേ താൻ പറയുന്നത്? അപ്പൊ പിന്നെ അടുത്ത ബന്ധുവല്ലേ? പിന്നെ ഞാനിന്ന് ബാംഗ്ലൂരിലേക്ക് മടങ്ങുവാണ്. അവിടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ എന്റെ അച്ഛനെ തിരക്കുന്ന കാര്യം, അതും ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. ചേച്ചി അന്വേഷിക്കുന്ന കണ്ടെത്തും. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇയാളുടെ പ്രാർത്ഥന എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ വരുൺ? ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നോക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണനെ മൊത്തം എടുത്ത് ഇയാളുടെ കയ്യിലെങ്ങ് വെച്ചിരിക്കുക. എനിവേ, താങ്ക് യു മാഡം. താങ്ക്സ് ഒന്നും വേണ്ട. അനിയനും അനിയത്തിക്കും വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് നന്ദി എന്തിനാ? വല്ലപ്പോഴും ഒരിക്കല് തിരക്കൊക്കെ ഒഴിയുമ്പോ ഞാനിങ്ങോട്ട് ഇറങ്ങാം. നമുക്കൊന്നിച്ച് കുറച്ച് സമയം ചെലവഴിക്കാം. എന്താ വേണ്ടേ? വേണം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരണം. ഞാൻ വിളിക്കുകയും ചെയ്യാം. ഓക്കെ. വരട്ടെ വരും. ആയിക്കോട്ടെ. അപ്പൊ ഹാപ്പി ജേണി. താങ്ക് യു.
ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ദേവേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താ ചോദ്യം? ബെല്ലടിച്ചത് കേട്ടിട്ടാ ഞാൻ വന്നേ. ആരാന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. ആരാ കുട്ടി? എന്താ ഒന്നും പറയാത്ത? ഇതാരാ? ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? മോളെ, 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 എന്റെ ഈശ്വര, എന്റെ പ്രിയമോള്. അയ്യോ, മോളെ, മോളെ എങ്ങനെ വന്നത്? ആരുടെ കൂടെ വന്നത്? എന്താ അമ്മ ചോദിച്ചിട്ടൊന്നും പറയായിരുന്നേ? മോളെ, 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 അച്ഛനും അമ്മയും മോക്ക് മനസ്സിലായില്ലേ? ആരാ നിങ്ങളൊക്കെ? അയ്യോ, മോളെ, എന്റെ മോളെ, ദേവേട്ടാ, അയ്യോ, മോളെ. ഞാൻ കുറച്ച് അപ്പുറത്ത് വെച്ച് ആ ഓട്ടോറിക്ഷക്കാരന് കാശ് കൊടുത്തായിരുന്നു. അതിനിടയ്ക്ക് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് നിങ്ങളുടെ മോള് തന്നെയാണോന്ന് നിനക്ക് സംശയമുണ്ടോ ദേവാ? ഇവള് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ട്, അവളെ കണ്ടെത്തണമെന്ന്. അതിനു പകരം നിങ്ങൾ എന്നോട് എന്താ ചെയ്തത്? എന്നെ മുഴുവൻ ഭ്രാന്തിയാക്കി.